വായിക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 26 മുതൽ 28 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കാം. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനെയും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാരത്തിന്റെ ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഞാൻ ഇന്ന് പോൽക്കാലം നിങ്ങളോട് സംസാരിപ്പാനായിട്ട് ഉദ്ദേശിക്കുന്നതായ ഒരു വാചകം മാത്രം ഒന്ന് അടർത്തി എടുത്തുകൊണ്ട് അല്പേരം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ പറയുന്നു, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ അല്ലെങ്കിൽ നിങ്ങളിൽ ഇരിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ. ഹല്ലേലൂയ. ഒരു കാരാഗ്ര ലേഖനമാണ് ഈ കൊലോസ്യ ലേഖനം. നമ്മൾ പഠിക്കുമ്പോൾ ഫിലിപ്പ ലേഖനം, അതുപോലെ കൊലോസ്യ ലേഖനം, എഫേസ്യ ലേഖനം, ഫിലോമോൻ, ഈ 4 ലേഖനങ്ങൾ അപ്പോൾ കർത്താവിൻ്റെ ദാസനെ പൗലോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ എഴുതിയതായ ലേഖനങ്ങളാണ്. ഇത് വളരെ ഈടുറ്റ ലേഖനങ്ങളാണ്. എന്നാൽ ഈ ലേഖനം ഇന്ന് പോലെ കാലം ഇതിൽ നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ സ്പർശനം കർത്താവ് ഹല്ലേലൂയ ഏൽക്കുവാനായിട്ട് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നമ്മൾ താഴോട്ട് വായിച്ചിരുമ്പോൾ നമുക്ക് കാണുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 3-ൽ പറയുന്നുണ്ട്, അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെ നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായി ഇരിക്കുന്നു. എന്നാൽ മുകളിൽ നമ്മൾ വായിച്ചു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ. അതൊരു വലിയ മർമ്മമായിരുന്നു. ആ മർമ്മം അപ്പോസ്തലനായ പൗലോസ് കർത്താവ് കൊടുത്തതായ ആ മർമ്മം അല്ലെങ്കിൽ സഭയോടെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കൊലോസ്യ സഭയെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കടന്നുപോയി എസ്റ്റാബ്ലിഷ് ചെയ്തതായ ഒരു സഭയല്ലായിരുന്നു. എപ്പഫ്രാസ് എന്ന് പറയുന്നതായ ദൈവത്തിന്റെ ദാസന് അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ പൗലോസിനോട് പറഞ്ഞു, ഇവിടെ ദുരുപദേശങ്ങൾ വളരെ ഹല്ലേലൂയ കടന്നു വരുന്ന സഭയിലെ ക്രിസ്ത്യോളജിക്കൽ ആയിട്ടുള്ളതായ എറേഴ്സ്, അതുപോലെ തന്നെ ഹെറസിസ്, അതുപോലെ ദുരുപദേശം വളരെ ഹല്ലേലൂയ അവിടേക്ക് സഭയിലേക്ക് കടന്നു വരുന്നത് കണ്ടപ്പോൾ പൗലോസിനോട് പറഞ്ഞപ്പോൾ അതിനെതിരെ പൗലോസ് എഴുതുകയാണ്, അവരെ ഒന്ന് തിരുത്തുവാനായിട്ട് അവർ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പല ഭാഗങ്ങളിൽ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആരും നിങ്ങളെ ചതിക്കരുത് എന്ന് പറയുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുക, വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിപ്പാതിരിപ്പാന് ഞാൻ ഇത് പറയുന്നു. അതിനുശേഷം വീണ്ടും അതിന്റെ 6-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിലെ നടപ്പീൻ എന്ന് പറയുന്നു. അതിനുശേഷം 8-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ, ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീന്. ആരും നിങ്ങളെ വശീകരിപ്പാതിരിപ്പാനായിട്ട് സൂക്ഷിക്കണം. ആരും നിങ്ങളെ വഞ്ചിക്കാതിരിപ്പാനായിട്ട് സൂക്ഷിക്കണം. ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ സൂക്ഷിക്കണം. ആരും നിങ്ങളെ വിധിക്കാതിരിപ്പാൻ സൂക്ഷിക്കണം. ഇത് 2:16 കാണുവാൻ സാധിക്കുന്നുണ്ട്. 2:18 വായിക്കുന്നു, ആരും നിങ്ങളുടെ വിരുദ്ധ തെറ്റിക്കാതെ ഇരിക്കുവാൻ സൂക്ഷിക്കണമെന്ന് വലിയ ഉപദേശം പൗലോസ് കൊടുക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. കാര്യം അവരെ തെറ്റിക്കുന്നതായ ഒരു സംഘം ആളുകള്, തത്വജ്ഞാനികള്, ഹല്ലേലൂയ, അവർ വലിയ ജ്ഞാനവാദികളായിരുന്നു. അവര് കടന്നു വന്ന് അവരുടേതായ ഫിലോസഫിയും അവരുടേതായ ഉപദേശവും പഠിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ പൗലോസ് പറഞ്ഞു, ഇത് നിങ്ങൾ വലിയൊരു ചതിയിലേക്ക് അകപ്പെടുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ആരും നിങ്ങളെ ചതിക്കരുത്. എന്നിട്ട് പറയണ, ആരും നിങ്ങളെ കവർന്ന് കളയരുത്. ഈ ഉപദേശം അവര് പഠിപ്പിക്കുന്നതായ ഈ ദുരുപദേശം നിങ്ങളെ കവർന്നു കളയും. അതുകൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയരുതെന്ന് വളരെ ശക്തമായി പൗലോസ് എഴുതുകയാണ്. അതിനുശേഷം പറയാണ്, ആരും നിങ്ങളെ വിധിക്കരുത്, ആരും നിങ്ങളെ വിധിക്കുവാൻ നിങ്ങളെ അനുവദിക്കരുത് എന്ന് പറഞ്ഞു. അതിനുശേഷം ഒടുവിൽ പറഞ്ഞു, ആരും നിങ്ങളെ വിരുദ് തെറ്റിക്കരുത്. നിങ്ങളെ ഒരു വിരുദിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ആ വിരുദ് നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ച് കളയുവാനായിട്ട് ഒരിക്കലും നിങ്ങളെ ഹല്ലേലൂയ ഇടം കൊടുക്കരുത് എന്ന് പൗലോസ് എഴുതി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലെ. എന്നാൽ എഫേസ്യ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിന്റെ 3
3:17 വായിക്കാം. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് 3:17 വായിച്ചാട്ടെ. 3:17. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും. അപ്പോൾ ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചു മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളില്. എന്നാൽ ക്രിസ്തു എന്തുവാണ്? ഹല്ലേലൂയ, നമ്മളില് വസിക്കുന്നത് എഫേസ്യ ലേഖനത്തില് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 4 നമ്മൾ വായിക്കുന്നു, എന്നിൽ വസിപ്പി ഞാന് നിങ്ങളിലും വസിക്കും എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്ന എഫേസ്യ ലേഖനം 2:12 നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മുമ്പേ പ്രത്യാശ ഇല്ലാത്തവരായിരുന്നുവെന്ന് പൗലോസ് പറഞ്ഞപ്പോൾ ഇവിടെ ഹല്ലേലൂയ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. കാര്യം ഇവർക്ക് വലിയ പ്രത്യാശക്കൊന്നും വകയില്ല. മശിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ യഹൂദന്മാരുടെ കുത്തവകാശം എന്ന് ചിന്തിച്ചിരുന്നതായ ഒരു കാലയളവിൽ ഹല്ലേലൂയ ഇവിടെ പൗലോസ് എഫേസ്യയിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതിന്റെ 2:12 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യഹൂദന്മാരും ജാതികളും എന്ന് പറയുന്ന ആ വലിയ മതില് തന്നെ ഇടിച്ച് പൗലോസ് അവിടെ സുവിശേഷം എത്തിക്കുവാനായിട്ട് ഇടയായി. തുറന്നു വായിക്കാം അതിന്റെ 2:12 മുതലുള്ളതായ വാക്യങ്ങൾ. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും. അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഇന്ന് പ്രത്യാശയെ കുറിച്ച് അല്പം പറയുന്നത് കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. നിങ്ങളെ എവിടെ നിന്ന് കടന്നു വന്നു എന്ന് എഫേസ്യരോട് ചോദിക്കുകയാണ്. നിങ്ങൾ യാതൊരു പ്രത്യാശയും ഇല്ലാത്തവരായിരുന്നു, എന്നാൽ കർത്താവ് നിങ്ങൾക്ക് പ്രത്യാശ തന്നു. 13-ാം വാക്യത്തിൽ വായിക്കുന്നു, മുമ്പേ ദൂരസ്ഥരായിരുന്നു, എന്നാൽ നിങ്ങളിപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥര് ആയിത്തീർന്നു. 14-ാം വാക്യത്തിൽ പറയുന്നു, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണമെന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവരെ ഇടിച്ചു കളഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നു. 15-ാം വാക്യത്തിലേക്കുറും പറയാണ്, സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിലെ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ ക്രിസ്തു നമ്മളിലെ ഈ പ്രത്യാശയായ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിലെ ഹല്ലേലൂയ കടന്നു വരുവാന് ഇടയായത് നമുക്ക് കരങ്ങളിൽ നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. സർവ്വലോകത്തെ സൃഷ്ടിച്ചതായ കർത്താവ്, സർവ്വജ്ഞാനിയായ സർവ്വവ്യാപിയായ ഹല്ലേലൂയ സർവശക്തനായ കർത്താവ് എന്നിലെ നിന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ അതിശയമായിട്ട് തോന്നും. എന്നാൽ ഹല്ലേലൂയ ഈ കർത്താവിനെ ഞാനും നീയും അറിഞ്ഞു എന്നുള്ള കാരണത്താൽ ഹല്ലേലൂയ ഈ പ്രത്യാശയുടെ ഉടമയായ ഹല്ലേലൂയ കർത്താവ്, മഹത്വത്തിന്റെ പ്രത്യാശയായ കർത്താവ് ഹല്ലേലൂയ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. 1 തീമോഥെയോസ് ലേഖനം 1-ാം അധ്യായം അതിന്റെ 1-ല് പൗലോസ് പറയുന്നുണ്ട്, നമ്മുടെ പ്രത്യാശയായ ക്രിസ്തു. പൗലോസ് തീമോഥെയോസിന് എഴുതുകയാണ്, തീമോഥെയോസേ, നമ്മുടെ ക്രിസ്തു എന്തുമാണ്? നമ്മുടെ പ്രത്യാശയാണ്. ഹല്ലേലൂയ. എൻ്റെ നിന്റെ പ്രത്യാശയാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. പൗലോസ് ഒത്തിരി കാര്യങ്ങൾ തീമോഥെയോസിനെ എഴുതിയെങ്കിൽ തന്നെയും ഹല്ലേലൂയ ഒരു കാതലായ കാര്യം പൗലോസ് തീമോഥെയോസിന് പറയുകയാണ്. ഹല്ലേലൂയ, നമ്മുടെ പ്രത്യാശയായ ക്രിസ്തു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രത്യാശയായ ക്രിസ്തുവിന് കരങ്ങളുയർത്തി നമുക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. 1 പത്രോസ് ലേഖനം 1-ാം അധ്യായം അതിന്റെ 3 നമ്മൾ വായിക്കുന്നു, പ്രത്യാശയുടെ അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് ഇത് ജീവനുള്ള പ്രത്യാശയുണ്ടെന്ന് വായിക്കാം. 1 പത്രോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി. അപ്പോൾ നമ്മളെ എന്തുവാണ്? ജീവനുള്ള പ്രത്യാശ. അപ്പോൾ ഈ പ്രത്യാശയെ കുറിച്ച് പത്രോസ് പറയുന്നത് ഇത് സാധാരണ ഒരു പ്രത്യാശയല്ല. ഈ പ്രത്യാശയുടെ പേര് പത്രോസ് പറയുന്നത് ഇത് ജീവനുള്ള പ്രത്യാശയാണ്. കാര്യം പരദേശികളായി ചിതറിപ്പാർക്കുന്നതായ ഹല്ലേലൂയ കഷ്ടതകളിലും പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നതായ ദൈവമക്കൾക്ക് പത്രോസ് അഡ്രസ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. നീറോയുടെ സമയത്ത് വലിയ പ്രതികൂലം ക്രിസ്തീയ ഹല്ലേലൂയ സഭ അവിടെ അനുഭവിക്കാൻ ഇടയായിത്തീർന്നു. വലിയ ക്രൂരമായി അവർ ഉപദ്രവിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ പൗലോസ് ഹല്ലേലൂയ പത്രോസ് ഒരു പ്രത്യാശയുടെ ദൂത് അവർക്ക് കൊടുക്കുകയാണ്. ഹല്ലേലൂയ, നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതായ ഹല്ലേലൂയ ക്രിസ്തു
ക്രിസ്തു ജീവനുള്ള പ്രത്യാശ നിങ്ങൾക്ക് തരും. ഈ കഷ്ടതയിൽ എന്തുവാണ് ഹല്ലേലൂയ, ഈ ജീവനുള്ള പ്രത്യാശ നിങ്ങളെ ശക്തീകരിക്കും, നിങ്ങളെ ബലപ്പെടുത്തുമെന്ന് പത്രോസ് ഇവിടെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിന്റെ 16 പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയപ്പോൾ പറയാണ് ഇത് നല്ല പ്രത്യാശയാണ്. ഈ പ്രത്യാശയുടെ പേര് തെസ്സലോനിക്കർ എഴുതുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പ്രത്യാശ എന്തുവാണ്? ഒരു നല്ല ഹല്ലേലൂയ പ്രത്യാശ. ഈ നല്ല പ്രത്യാശ നമുക്ക് തന്നതിനായി നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പലരും പല പ്രതീക്ഷകളെ പ്രത്യാശകളെ നമുക്ക് തരും. എന്നാൽ കർത്താവിൽ ലഭിക്കുന്ന പ്രത്യാശയുടെ പേരെന്തുവാണ്? നല്ല പ്രത്യാശയാണ്. ഒരു മായമില്ലാത്തതായ, കളങ്കമില്ലാത്തതായ, അല്പം ഫോഷ്കില്ലാത്തതായ, ഹല്ലേലൂയ, ഒരു മറിമായം ഇല്ലാത്തതായ പ്രത്യാശയാണ് നമ്മുടെ കർത്താവ് തരുന്ന പ്രത്യാശ. അതുകൊണ്ടാണ് തെസ്സലോനിക്കരോട് പറഞ്ഞത് ഇത് നല്ല പ്രത്യാശയാണെന്ന്. അതുകൊണ്ട് പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താനും നമ്മെ സ്നേഹിച്ച നിത്യശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലെ നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും. ഹല്ലേലൂയ. എന്നാൽ തീത്തോസിന്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തീത്തോസ് പറഞ്ഞു 1:2 വായിക്കും. 1:2 തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. തന്റെ വചനം വെളിപ്പെടുത്തിയ ഭോഷ്കില്ലാത്ത ദൈവം സകല കാലത്തിന് മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി. അപ്പോൾ തീത്തോസോട് പറയാണ് ഈ പ്രത്യാശയെ കുറിച്ച് പറയുന്നത് നിത്യജീവന്റെ പ്രത്യാശയാണ്. ഹല്ലേലൂയ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 12 നമ്മൾ വായിക്കുമ്പോൾ വീണ്ടും ഹല്ലേലൂയ തീത്തോസ് പറയുന്നു വായിച്ചാട്ടെ. പൗലോസ് തീത്തോസിനോട് പറയുന്നത് വായിച്ചാട്ടെ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് മതി. അവിടെ വരെ നിർത്തിക്കോ. അവിടെ തീത്തോസ് പറയണേ 2:12 ഈ പ്രത്യാശയെ കുറിച്ച് ഇത് ഭാഗ്യകരമായ ഒരു പ്രത്യാശയമാണ്. ഹല്ലേലൂയ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ടിരിക്കുന്ന ഈ ദൈവത്തിന്റെ മക്കളാണ്. നമ്മുടെ കർത്താവ് പ്രത്യക്ഷപ്പെടുവാൻ പോവുകയാണ്. ഒരു വലിയ പ്രത്യാശ നമ്മുടെ കർത്താവ് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രത്യാശയെ വിളിക്കുന്നത് ഇതൊരു ഭാഗ്യകരമായ പ്രത്യാശയാണ്. നമ്മുടെ കർത്താവ് പ്രത്യക്ഷപ്പെടും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മളെ ചേർക്കും. അത് ഓരോ ദൈവ പൈതലിനും തന്നിരിക്കുന്ന വലിയ പ്രത്യാശ. നമ്മുടെ കർത്താവ് പോയതുപോലെ മടങ്ങി വരും. ഹല്ലേലൂയ. ആ ഒരു വലിയ പ്രത്യാശ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതിനായി ദൈവമക്കളെ നമ്മുടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആരും കർത്താവ് തന്നതുപോലെ ഒരു പ്രത്യാശ ഹല്ലേലൂയ ഒരു നേതാക്കന്മാരും ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ രാഷ്ട്രീയ നേതാക്കന്മാരോ അല്ലെങ്കിൽ ഹല്ലേലൂയ ഒരു ലോകത്തിലുള്ളതായ ഒത്തിരി രാജാക്കന്മാർ ജീവിച്ചിട്ടുണ്ട്, ഒത്തിരി രാഷ്ട്രീയ നേതാക്കന്മാർ ജീവിച്ചിട്ടുണ്ട്, മതഭക്തന്മാര് ജീവിച്ചിട്ടുണ്ട്. അവരാർക്കും എന്തുവാണ് ഹല്ലേലൂയ ഇങ്ങനൊരു പ്രത്യാശ തരുവാൻ സാധിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ കർത്താവിന് മാത്രമേ ഇങ്ങനെയുള്ളതായ ഒരു പ്രത്യാശ, ഭാഗ്യകരമായ ഒരു പ്രത്യാശ, നമ്മുടെ കർത്താവ് ഹല്ലേലൂയ മടങ്ങി വരുമെന്നുള്ളതായ ആ വലിയ പ്രത്യാശ നമുക്കുണ്ട്. ആ പ്രത്യാശയാണ് നമ്മളെ കർത്താവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് ഒരു ദൈവ പൈതലിനെ പ്രേരിപ്പിക്കുന്നത്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവാണ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 23 നമ്മൾ വായിക്കുമ്പോൾ ഈ പ്രത്യാശയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഈ പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചു കൊള്ളുക, വാഗ്ദത്തം ചെയ്തവന് വിശ്വസ്തനല്ലോ. അപ്പോൾ ഈ പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചു കൊള്ളുക, വാഗ്ദത്തം ചെയ്തവന് വിശ്വസ്തനല്ലോ. അപ്പോൾ കർത്താവ് ചിലപ്പോൾ വാഗ്ദത്തങ്ങള് എനിക്കോ നിങ്ങൾക്കോ തന്നിട്ടുണ്ടെങ്കിൽ എന്തുവാണ് പ്രത്യാശയോടെ നമ്മൾ അതിനെ മുറുകെ പിടിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ ഹല്ലേലൂയ ആ കർത്താവ് പറഞ്ഞതായ ആ വാഗ്ദത്തം നടക്കുമെന്നുള്ളതായ ആ പ്രത്യാശ ദൈവമക്കൾക്ക് വേണം. പലപ്പോഴും സാത്താൻ കടന്നു വന്ന് നമ്മുടെ ചെവിയില് മന്ത്രിക്ക് ഒത്തിരി പ്രാവശ്യം പ്രാർത്ഥിച്ചു, ഒത്തിരി ഉപസിച്ചു, ഹല്ലേലൂയ അനേക വർഷങ്ങളായി കാത്തിരിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടതായ ആവശ്യമില്ല. കർത്താവ് വാഗ്ദത്തം ചെയ്തുവെങ്കിലേ അത് നിവർത്തിപ്പാന് കർത്താവ് ശക്തനായ കർത്താവാണ്. ഈ പ്രത്യാശയുടെ സ്വീകാര്യം നമ്മൾ മുറുകെ പിടിച്ചാൽ മാത്രം മതി. ഇന്നല്ലെങ്കിൽ എന്തുവാണ് നാളെ അത് സംഭവിക്കും, അത് നടക്കുമെന്നുള്ളതായ പ്രത്യാശയിൽ ദൈവമക്കൾ എന്തുവാണ് പ്രാർത്ഥിക്കണം. ദൈവമക്കളെ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കണം.
ഹല്ലേലൂയ. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കും. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്യും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യും, എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യും, സഭയ്ക്ക് വേണ്ടി ചെയ്യും, എനിക്ക് വേണ്ടി ചെയ്യും എന്നുള്ളതായ പ്രത്യാശയോടെ പ്രാർത്ഥിക്കണം. ഈ പ്രത്യാശയും വിശ്വാസവും ഒക്കെ എന്താണ് ഒന്നിച്ചു പോകുന്നതായ ഒരു കുടുംബത്തിന്റെ അംഗങ്ങൾ തന്നെ ആണ് എന്ന് നമുക്ക് പറയാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവമക്കൾ ഉണ്ടായിരിക്കേണ്ടതായ ഹല്ലേലൂയ ഒന്നാണ് പ്രത്യാശ. ഹല്ലേലൂയ. പ്രത്യാശയോടെ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്.